ഗാനങ്ങൾ, പിന്നീട് ദാസേട്ടൻ്റെ ഹിന്ദി പാട്ടുകൾ, പിന്നെ മറ്റേ എല്ലാ ഭക്തി ഗാനങ്ങൾ, ക്രിസ്ത്യൻ ഭക്തിയാണ് എല്ലാം മുഴുവനും. കാരണം അദ്ദേഹം പാടിയ എല്ലാ പാട്ടുകളും ഒന്നൊന്നിനും മെച്ചമാണ്. ഇപ്പോൾ ഏകദേശം എത്രത്തോളം പാട്ടുകൾ ശേഖരത്തിലുണ്ട്? മൊത്തത്തിൽ ചിത്ര ചേച്ചീൻ്റെ എല്ലാം കൂടെയും ഒരു 10,000-70,000 ഗാനങ്ങൾ എൻ്റെ അടുത്തുണ്ട്. 80,000-ഓളം ഒരു വൻ ശേഖരം തന്നെ ഗാനങ്ങളുടേതായിട്ടുണ്ട്. അതെ അതെ. പഴയ കാസറ്റുകൾ മുതലായിട്ട് ചോല കാസറ്റ്, പിന്നീട് വന്നല്ലോ സി ഡികളും, പിന്നീട് അപ്പോൾ സി ഡികളും തരങ്കണീൻ്റെ സി ഡികൾ ഒരുപാട് അത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, വീട്ടിലുണ്ട്. പിന്നെ സിറ്റികൾ, ടേപ്പ് റെക്കോർഡ് സിറ്റികൾ അതും ഉണ്ട് വേറെ. ഇതൊക്കെ കാണാൻ ആൾക്കാർ വരുന്നുണ്ടോ റഹീമിൻ്റെ വീട്ടിലോട്ട്? ഉണ്ട്, വരാറുണ്ട്. കണ്ടു കഴിഞ്ഞാൽ ഇത്രയും ഒരു സംഭവം, കാരണം ഇത്രയും മനക്കട്ടിയാണല്ലോ ഇത് ശേഖരിച്ച് വെക്കാനുള്ളൊരു കരുത്ത് അന്നേ ഉണ്ട്, ചെറുപ്പത്തിലേ ഉണ്ട്. നമുക്കൊരു എന്താ പറയുക, ഒരു അരി വാങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു അന്ന്. അത്രയും ദൈനിക ആ കാലഘട്ടം ചെറുപ്പം. അങ്ങനെ കേസറ്റ് വാങ്ങുപോയെന്ന് പറഞ്ഞാൽ ഇതാണ് എൻ്റെ ജോലി ചെയ്യുന്ന കാശ് മുഴുവനും ഈ ശേഖരമായിട്ട് വന്ന് പാട്ടിന് വേണ്ടി തന്നെ ഞാൻ ഇതാക്കിയത്. ദാസേട്ടനോട് വലിയ ആ ഒരു ശബ്ദത്തിൻ്റെ ഒരു മാധുര്യമായ ആ ഒരു തന്നെയാണ് എൻ്റെ അത്രയും എനിക്ക് ഇവിടെ എത്തിച്ചത്. അപ്പോൾ ഈ റഹീമിനെ ഇപ്പോഴും അറിയപ്പെടുന്നത് എങ്ങനെയാണ്? എന്നെ വിളിക്കുന്നത് പിന്നെ ഗാനം റഹീം എന്നാണ്. എൻ്റെ ഗാനം റഹീം എന്നാണ് വിളിക്കുന്നത്. അത് എൻ്റെ ഓട്ടോൻ്റെ പേര് ഗാനം എന്നാണ്. സംഗീതത്തിൻ്റെ എല്ലാ ചിത്രങ്ങളും ഇത് ദാസേട്ടൻ്റെ ചിത്രം പതിച്ചിട്ടുണ്ട്, അത് ഒരുപാട് വരികളുണ്ട്. അങ്ങനെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ പിന്നെ നാട്ടിലൊക്കെ ഗാനം റഹീം എന്ന് പറഞ്ഞാലേ അറിയപ്പെടുന്നു. അല്ലാതെ ഓട്ടോക്കാരൻ റഹീം എന്ന് പറഞ്ഞാൽ അറിയില്ല. ദാസേട്ടൻ്റെ ഒരു ആരാധകനുണ്ടല്ലോ, അതൊരു ഗാനശേഖരം എന്നുള്ള പറയാം, അങ്ങനെയാണ് ചോദിക്കാറ്. കുറച്ച് ദൂരെല്ലാം പോയാൽ ഇങ്ങനെ കണ്ണൂരാണല്ലോ. അപ്പോൾ കണ്ണൂരിൽ നിന്ന് ഇങ്ങനെ കണ്ണൂരിൽ ആളുണ്ടല്ലോ ദാസേട്ടൻ്റെ ഒരു വലിയ അങ്ങനെ പറയാം, നമ്മളൊക്കെ അറിയുന്ന ആളാണ്. അല്ല ഗൾഫിൽ നിന്നൊക്കെ പറയാറുണ്ടെന്ന് പറഞ്ഞു നാട്ടുകാർ. ഇങ്ങനെ നിങ്ങളുടെ നാട്ടിൽ ഇന്ന നാട്ടിലെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ആളാടി ഉണ്ടല്ലോ, വലിയൊരു പിന്നെ ശേഖരത്തിൻ്റെ റഹീം എന്നൊക്കെ അറിയാമെന്നാണ് പറയുന്നത്. അതൊക്കെ കേൾക്കുമ്പോൾ ഒരു വലിയൊരു സന്തോഷമായിരുന്നു. അപ്പോൾ റഹീമിന് ഈ യേശുദാസിൻ്റെ സംഗീതവുമായിട്ട് പാട്ടുമായിട്ടുള്ള ബന്ധത്തിന് തുടക്കമാവുന്നത് എങ്ങനെയാണ്? അത് ഞാൻ ആദ്യം ചെറുപ്പം തൊട്ടേ ഒരു 10 വയസ്സുള്ളവർക്ക് ഞാൻ ദാസേട്ടൻ്റെ പാട്ട് ആദ്യമായി കേൾക്കുന്നത്. അപ്പോൾ സ്കൂൾ വിട്ട് വന്ന് നമ്മൾ ഒരു സുഹൃത്തുക്കളെപ്പുറം കളിച്ചോണ്ടിരിക്കുമ്പോൾ പാട്ട് കേൾക്കും, റസൂല് നിൻകനി പോലെ എന്നുള്ള. അതാണ് എൻ്റെ ആദ്യം തൊട്ട് കേട്ടത്. അതങ്ങനെ ആ ശബ്ദം ഇപ്പോൾ റേഡിയോയിലൂടെ KJ യേശുദാസ് എന്നാണ് പറഞ്ഞുകൊണ്ടാണല്ലോ പാട്ട് ശരിയാണ്. അങ്ങനെയാണ് ദാസേട്ടൻ എന്നുള്ളൊരു ഇത് വന്നത്, ഹൃദയത്തിലേക്ക് വന്ന് ഇതായത്. പിന്നെ അവിടെ നിന്ന് ആരാധനായിട്ട് അങ്ങനെ മനസ്സിലകത്തേക്ക് കൊണ്ടു നടന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ പാട്ട് സ്ഥിരമായി കേൾക്കാൻ തുടങ്ങി. അങ്ങനെ ശേഖരം എത്തി. അപ്പം മറ്റുള്ള ഗൾഫുകാരെടുക്കുന്ന ഗൾഫുകാരെടുക്കുന്ന പോയിട്ട് വാങ്ങിച്ചു. അങ്ങനെ വീട്ടിലൊരു 5000-ഓളം ശേഖരം എൻ്റെ വീട്ടിലുണ്ട്. പുറമെ CD-കളുണ്ട്, പെൻഡ്രൈവുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന നേരത്താണ് എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത്, പാട്ട് കൂലിപ്പണിക്ക് പോകുന്നതുകൊണ്ടെങ്കിൽ പാട്ട് വീണ്ടും കേൾക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ ഒരു സുഹൃത്ത് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ഓട്ടോറിക്ഷ വാങ്ങിച്ചാൽ എനിക്ക് പാട്ട് കേട്ടുകൊണ്ട് പിന്നെ ജോലി ചെയ്യാലോ, പാട്ട് കേൾക്കാമല്ലോ. അപ്പോൾ ശരിയാണ്. അപ്പോൾ എനിക്കങ്ങനെ ഒരു സുഹൃത്തിൻ്റെ വഴിയാണ് ഞാൻ വണ്ടി വാങ്ങുന്നത്. അപ്പം തീർച്ചയായിട്ടും എൻ്റെ ജീവിതമാർഗ്ഗമായി എനിക്ക് പാട്ട് മുഴുവൻ കേൾക്കുകയും ചെയ്തു. കാരണം ദാസേട്ടൻ മുഴുവൻ ശേഖരം എൻ്റെ വീട്ടിലുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ചിത്ര ചേച്ചി എൻ്റെ വലിയ ആരാധിക്കാൻ പറഞ്ഞു. അത് ചേച്ചിയുടെ പാട്ട് ഞാൻ കേൾക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ട്. എല്ലാ ദാസേട്ടൻ്റെ മുഴുവൻ പഴയ ഗാനങ്ങളാണ് ശേഖരം തുടങ്ങിയത്. അങ്ങനെയാണ് ഇടയായി. പിന്നീടാണ് തലശ്ശേരി രാഘവ മാസ്റ്റർ സാറിൻ്റെ വീട്ടിൽ, രാഘവ മാസ്റ്റർ വീട്ടിൽ വരാൻ എന്നാൽ അവിടെ നിന്നാണ് പരിചയപ്പെട്ടത്. രാഘവ മാസ്റ്ററാണ് എന്നെ പരിചയപ്പെടുത്തി കൊടുത്തത്. ദാസേട്ടൻ്റെ എൻ്റെ വലിയൊരു ആരാധകനാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് പരിചയം തുടങ്ങി ദാസേട്ടൻ. പിന്നെ മൂകാംബികയിൽ കാണാൻ പോകാൻ തുടങ്ങി. അങ്ങനെ ഒരു നല്ലൊരു സംഗീതപരമായിട്ട് നല്ല ബന്ധം പുലർത്താൻ വേണ്ടി കഴിഞ്ഞു. അതിനെ സംബന്ധിച്ചോളം ദാസേട്ടനെ വിളിക്കാറുണ്ടോ? വിളിച്ചില്ല. ദാസേട്ടൻ മുമ്പേ ഒരു ഫോണിൽ അടുത്ത മാനേജർ സംസാരിച്ചു, രാജേഷ് എന്ന് പറഞ്ഞ രാജേഷ് ശിഷ്യൻ. അപ്പോൾ അത് രാജേഷ് ചേട്ടനാണ്. ഈ ദാസ് സാർ ഇങ്ങനെ രാജേഷ് ചേട്ടൻ ഫോൺ സംസാരിക്കുകയും പിന്നെ എനിക്കത് പറയാൻ പറ്റുന്നില്ല, കാരണം ഒരു ദൈവതുല്യനായ ഒരു എന്തോ അങ്ങനെ സംസാരിച്ചു. എനിക്കൊന്നും വല്ലാത്തൊരവസ്ഥയിലായി.
പറയാൻ പറ്റാത്ത ഇവിടെ ദാസേട്ടനെ റഹീമിനെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഞാൻ 80-ാം പിറന്നാളാണ് ദാസേട്ടനെ കണ്ടത്. 4 വർഷത്തോളമായി കണ്ടിട്ട്. ദാസേട്ടൻ അമേരിക്കയിലാണ്. അപ്പം എൻ്റെ ദാസേട്ടൻ എന്തൊരു സുഖമില്ലാത്തൊരു ഇതായിരുന്നു, തീരെ വഴിയാണ്. അപ്പം എൻ്റെ ഇത് മാനേജർ പറഞ്ഞു, റഹീമെ നീ ഒരു കാര്യം ചെയ്ത് ദാസേട്ടൻ അങ്ങനെ ഇതാകണ്ട, പുള്ളിക്ക് തീരെ വയ്യാണ്. അപ്പോൾ ദാസേട്ടൻ ഞാൻ അവിടെ നിന്ന് വിളിച്ചു, കാറിൽ വന്ന് ഇറങ്ങി. ദാസേട്ടൻ വിളിക്കുമ്പോൾ ദാസേട്ടനെ കണ്ടു. അപ്പോൾ ദാസേട്ടൻ പറയുമ്പോൾ ഇങ്ങനെ തലേൻ്റെ അടിവ് ഇങ്ങോട്ട് പോകാൻ രീതി. അങ്ങനെ ദാസേട്ടൻ്റെ ഒപ്പം താമസിക്കുന്ന അവരൊരു ഇതിലെത്തി. 80-ാം പിറന്നാൾ അന്നാണോ 2 കണ്ടുമുട്ടിയത്. ശരിക്കും ഇതൊക്കെ ഒരു മഹാഭാഗ്യം തന്നെയല്ലേ? ലോകം മുഴുവൻ മലയാളികളുള്ള എവിടെയും തീർച്ചയായും ആരാധിക്കപ്പെടുന്ന ഗാനഗന്ധർവനായ പത്മശ്രീ ഡോക്ടർ KJ യേശുദാസ് സാറുമായി ഇത്രയേറെ ഒരു ബന്ധം പുലർത്തുക എന്ന് പറയുന്ന ജീവിതത്തിലുള്ള ഏറ്റവും വലിയ ഭാഗ്യമായി കാണുകയാണ്. അല്ല, ജീവിതത്തിന് എൻ്റെ ജീവിത സമ്പാദ്യം എന്ന് പറയുന്നതാണ് ഗാനം ഷെയറും പാട്ടും കേൾക്കുന്നത്. എൻ്റെ ജീവിതത്തിൻ്റെ ഒരു രൂപം ഉണ്ടായിരുന്നത് ചെറുപ്പത്തിൽ. അപ്പോൾ അതെനിക്ക് വലിയ ഇതാണ്. കാരണം ഞാൻ അങ്ങനെ ദാസേട്ടനെ കാണുന്നുള്ള ആഗ്രഹം കരഞ്ഞു പോയതിൽ കണ്ട് പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കരയും. ഒരു പിന്നെ പാട്ടുകൾ ഭക്തിഗാനമൊക്കെ കേൾക്കുമ്പോൾ അന്നേരം ഞാൻ കരഞ്ഞു. ദാസേട്ടനെ ഒരു നിമിഷം ഇതുവരെയും കാണാൻ പറ്റിയില്ലെന്നൊരു സങ്കടം എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അതായിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നത് ഇത്രയും ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു തന്നെ. എൻ്റെ കേട്ടു ഇങ്ങനെ ആ ഒരു സങ്കടം. റഹീമിനെ ശരിക്കും ഇതുമായി ബന്ധപ്പെടുത്തുന്നതും കൂട്ടിയിണക്കപ്പെടുത്തുന്നതും ഒക്കെ എങ്ങനെയായിരുന്നു? അതൊരു ഈ ദാസേട്ടനായിട്ടുള്ള എല്ലാ ഗാനശേഖരത്തിൻ്റെ ഭാഗമായിട്ടാണ് പറയുന്നത്. രണ്ടുമായി ബന്ധപ്പെട്ട് രണ്ടുമായിരുന്നു എൻ്റെ കാര്യം. ഇപ്പം ഇത് ഞാൻ മുമ്പേ ഇങ്ങനെ പരിപാടിയുള്ള ഇങ്ങനെ ഒരു ഗാനശേഖരം വീട്ടിലുണ്ടെന്നുള്ളത് സജീവേട്ടൻ എന്ന് പറഞ്ഞാൽ ഈ മറ്റേ സജീവൻ എന്ന് പറഞ്ഞാൽ ചാനൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് എന്നെ പരിചയപ്പെടുന്നത്. അങ്ങനെയാണ് നമ്മൾ ഇത് മറ്റുള്ള പുറം ലോകം അറിഞ്ഞത് ഇങ്ങനെ ഒരാളുണ്ട്. പിന്നെ മറ്റുള്ള വാർത്തകളെല്ലാം പത്രങ്ങളിലും മാധ്യമങ്ങളിലും പിന്നീട് വരാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, എല്ലാവരും കേട്ടല്ലോ നമ്മുടെ പ്രിയപ്പെട്ട ഗാനം റഹീമിൻ്റെ വിശേഷങ്ങൾ. ഗാനഗന്ധർവൻ പത്മശ്രീ ഡോക്ടർ KJ യേശുദാസുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങളും അദ്ദേഹത്തെ എങ്ങനെ റഹീം ജീവനതുല്യം സ്നേഹിക്കുന്നു എന്നുള്ള അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ഈ കാണുന്നതൊക്കെ. ആരും ഇത്രമേൽ ഇങ്ങനെ ഒരു ആരാധന വെച്ച് പുലർത്തുന്ന ഒരു മനുഷ്യൻ ഉണ്ടോ എന്ന് വെച്ചാൽ അത് റഹീമാണ് എന്ന് നമുക്ക് തീർത്തും പറയാൻ പറ്റും. കാരണം ഓട്ടോറിക്ഷ തൊഴിലാളിയാണ് എങ്കിലും കിട്ടുന്ന വരുമാനത്തിൽ ഭൂരിഭാഗവും ദാസേട്ടൻ്റെ പാട്ടുകൾക്ക് വേണ്ടി ചിലവഴിക്കുകയും അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിനടക്കം മൂകാംബിക ക്ഷേത്രത്തിൽ പോയി കാണുകയും ദാസേട്ടൻ നേരിട്ടിട്ട് റഹീമിനെ ആശംസിക്കുകയും ചെയ്യുന്ന അപൂർവം ചില വ്യക്തികളിൽ ഒരാളാണ് പ്രിയപ്പെട്ട നമ്മുടെ റഹീം. പുള്ളി ഒരു ചില്ലറക്കാരനല്ല, നമ്മുടെ പ്രിയപ്പെട്ട ഒരു മുത്തുകൂടിയാണ്. കാരണം ആദ്യമായി ഈ വാർത്ത ഇങ്ങനൊരു സംഭവം പുറലോകത്ത് എത്തിച്ചതിൻ്റെ ക്രെഡിറ്റ് എനിക്ക് കൂടിയുണ്ട്. കാരണം അന്ന് പ്രാദേശിക ചാനലിൽ വെച്ചാണ് ആദ്യമായിട്ട് റഹീമിൻ്റെ ഈ വിശേഷങ്ങൾ നമ്മുടെ ചാനലിലൂടെ സീൽ TV-യിലൂടെ ഞാനാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമാണ് ആ വാർത്ത, ആ സ്റ്റോറി കണ്ടതിന് ശേഷമാണ് മിക്കവാറും ആൾക്കാർ റഹീമുമായി ബന്ധപ്പെടുകയും എന്നെ തന്നെ വിളിച്ച് റഹീമിൻ്റെ നമ്പർ വാങ്ങിച്ചിട്ട് സ്റ്റോറി ചെയ്ത ഒട്ടേറെ പേരുണ്ട്. അപ്പോൾ ഞാൻ ഒരു അവകാശവാദം ഉന്നയിക്കുന്നതല്ല. അപ്പോൾ അതിൽ എനിക്കേറെ സന്തോഷമുണ്ട്. കാരണം നമ്മുടെ പറഞ്ഞു യേശുദാസിൻ്റെ സെക്രട്ടറി ആയിട്ടില്ല, നമ്മുടെ പള്ളിക്കുന്നില്ല രാജേഷനുമായി ബന്ധപ്പെടുത്തുന്നതിൽ കൂടി ഒരു കണ്ണിയായി പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? രാജേഷേട്ടനായിട്ട് അതെ അതെ. അപ്പോൾ റഹീമായിട്ട് അന്നും ഇന്നും ഒരുപാട് ബന്ധങ്ങൾ തുടരുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ പക്ഷേ റഹീമിൻ്റെ ഒരു യൂട്യൂബ് ചെയ്യാൻ നേരത്തെ ചെയ്യണമായിരുന്നു, പക്ഷേ പല തിരക്കുകൾ കൊണ്ട് നീണ്ടുപോയി. എങ്കിലും ഈ ഒരു അവസരം നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വീണ്ടും നല്ലൊരു പബ്ലിസിറ്റി, ഇപ്പോൾ തന്നെ യേശുദാസുമായിട്ടുള്ള ബന്ധം കൊണ്ട് പറഞ്ഞല്ലോ, അറിയപ്പെടുന്നത് തന്നെ ഗാനം റഹീമാണ്. ഇനിയും ഉയരങ്ങളിലെത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്. നന്ദി റഹീമെ, നന്ദി, നമസ്കാരം. ഒപ്പം എല്ലാവർക്കും ഹായ്.